ടവറിന്റെ ടാസ്കില് അർജുൻ എന്നെ എടുത്ത് എറിഞ്ഞപ്പോ സന്തോഷിച്ചത് വേറൊരാളാണ്. അത് പറയാം, അതിലേക്ക് എത്തട്ടെ. പിന്നീട് കഴിഞ്ഞ ദിവസം എനിക്ക് ഇഞ്ചുറി ഉണ്ടായപ്പോ എല്ലാരും എന്നെ കളിയാക്കുകയാണ്. അപ്പോഴും ഒരാളുടെ മുഖത്ത് സന്തോഷമാണ് ഞാൻ കാണുന്നത്. ഞാൻ ഗബ്രിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ അവന് ജിം ഉപദേശങ്ങൾ കൊടുത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് അവൻ പിന്നീട് ആവർത്തിച്ച് എന്നോട് പറഞ്ഞു ഞാൻ തന്റെ ജിം പൂട്ടിക്കും, തകർക്കുമെന്ന്. അതേപോലെ ഞാൻ ഗബ്രിയെ മോശമായിട്ട് തൊട്ടു എന്നൊരു ആരോപണം അവൻ നടത്തി. ഇതെല്ലാം എനിക്ക് വല്ലാതെ ഹേർട്ടായ കാര്യങ്ങളാണ്. പിന്നീട് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് മുട്ടുകുത്തി നിന്ന് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അപ്പോഴും ലാലേട്ടൻ പറയുന്നത് ദേഹത്ത് പോലും തൊടിയിപ്പിക്കാത്ത ആളാണ് എന്നാണ്. ഇന്നലെ പോലും ഗബ്രി അത് വിട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഗബ്രി എന്താണ് എന്നോട് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും മനുഷ്യനാണ്, മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. മരിക്കുമ്പോ 2 കൈയും നീട്ടിപ്പിടിച്ച് 12 അടി മണ്ണിൽ കിടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഗബ്രിയോടുള്ള എന്റെ റിക്വസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഹേർട്ട് ചെയ്യരുത്. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ജിൻഡോ ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പുള്ളി പങ്കുവെച്ചത് പുള്ളിയുടെ മനസ്സിലെ വിഷമങ്ങളാണ്. പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. തീണ്ടലും അയിത്തവും ഡിസ്ക്രിമിനേഷനും റേസിസവും അടിച്ചേൽപ്പിക്കലും ഒറ്റപ്പെടലും എല്ലാം നേരിട്ടൊരു മനുഷ്യൻ. മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയെ ഹേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എല്ലാരും കൂടി. ഇന്ന് ഗബ്രി മോർണിംഗ് ടാസ്കിൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ ചത്ത ഡെഡ് ബോഡിയെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല എന്നാണ്. ജിൻഡോയുടെ കേസ് ഞാൻ വിട്ട് കളഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി തുടങ്ങിയത്. അവിടെയും ജിൻഡോയെ കുത്തിയാണ് ഗബ്രി തുടങ്ങുന്നത്. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ 24 മണിക്കൂറും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത്രയും കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്ത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ജിൻഡോയുടെ PR ആക്കിയാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇനിയും കമന്റ് ഇട്ടോ ജിൻഡോയുടെ PR എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ചുക്കുമില്ല. നമ്മളെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് തന്നെ വീഡിയോ ചെയ്യും. അത് പൈസ മേടിച്ചിട്ടൊന്നുമല്ല. അത് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളെ ഇഷ്ടമാണെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. മനുഷ്യത്വം എന്നൊരു സാധനം പുള്ളിക്ക് ഉണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജിൻഡോയെ നമ്മൾ ഇത്രയും പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരിട്ടിട്ടും ഹേർട്ടായിട്ടും ജിൻഡോ ഗബ്രിയോട് ക്ഷമിക്കാൻ തയ്യാറായത്. ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ പുള്ളി ഗെയിം കളിക്കും, കള്ളം പറയും, മാനിപ്പുലേറ്റ് ചെയ്യും, തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, എല്ലാവരും അതുപോലൊക്കെ തന്നെയല്ലേ. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ജിൻഡോ ഒരു പാവമാണ് എന്നത് ഈ ഒരു മോർണിംഗ് ടാസ്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പുള്ളിക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഗബ്രിക്ക് അത് ഉണ്ടോ എന്നത് ഇപ്പോഴും എനിക്ക് സംശയമാണ്. ഗബ്രിക്ക് അതില്ല. അവിടെ വേറെ ആർക്കും ഇത്രയും ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻഡോ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. ഇത്രയൊക്കെ പുള്ളി നേരിട്ടിട്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. പ്രേക്ഷകരെ വിശ്വസിച്ച് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട്